ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി ഗവർണർമാരുടെ അധികാരത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ അല്ലെങ്കിൽ അവ്യക്തത ദൂരീകരിക്കുന്ന ഒന്നാണ്. ഗവർണർ ഒരു റബ്ബർ സ്റ്റാമ്പ് അല്ല എന്ന് സുപ്രീം കോടതി വിധി അടിവരയിട്ട് പറയുകയാണ്. എന്ന് മാത്രമല്ല, ഗവർണറുടെ വിവേചനാധികാരം അത് ഭരണഘടനയിൽ നിർവചിച്ചിട്ടുണ്ട് എന്നതാണ് സത്യം. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വിവേചനാധികാരം നോൺ ജസ്റ്റിഷ്യബിൾ, അതായത് കോടതി ഇതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ അനാവശ്യമായോ അകാരണമായോ ബില്ലുകൾ താമസിപ്പിച്ചാൽ ആവശ്യമായ ഘട്ടങ്ങളിൽ സുപ്രീം കോടതിക്ക് ഇടപെടാം. അതും വളരെ നല്ലൊരു തീരുമാനമാണ്. ഏതായാലും ഇന്ത്യയുടെ ഫെഡറൽ സമ്പ്രദായത്തിന് അനുസ്യൂതമായ രീതിയിലുള്ള ഒരു നിർണായക വിധിയാണ് ലഭിച്ചിട്ടുള്ളത്. ബംഗാൾ രാജ്ഭവനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായൊരു കാര്യം, കോടതി ചൂണ്ടിക്കാട്ടി ഡയലോഗ് വിത്ത് ദി ഗവൺമെൻറ് ആൻഡ് ദി ലെജിസ്ലേച്ചർ. ഇത് കോടതി പറയുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെയൊരു നടപടിക്രമം ബംഗാളിൽ തുടങ്ങിയിരുന്നു. അതിനുള്ളൊരു എൻഡോഴ്സ്മെൻറ്റ് കൂടിയായിട്ടാണ്, അംഗീകാരം കൂടിയായിട്ടാണ് ഈ കോടതി വിധി ഞങ്ങൾ കാണുന്നത്. കൽക്കട്ട രാജ്ഭവനിൽ ഒരൊറ്റ ബില്ല് പോലും പിടിച്ചു വച്ചിട്ടില്ല. ഒന്നുകിൽ നിയമാനുസൃതമായി പ്രസിഡൻറ്റിന് അയച്ചു, അല്ലെങ്കിൽ സർക്കാരുമായി കൺസൾട്ടേഷൻ നടത്തിയാണ്. സർക്കാരിനോട് ചില ക്വറികൾ, ചില ക്ലാരിഫിക്കേഷൻസ് ചോദിച്ചു. അതിൻ്റെ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ആ ബില്ലുകളും ഉചിതമായ തീരുമാനം എടുക്കുന്നതാണ്.